വേറൊരാൾ 11 പേരുടെ പേര് ബാലേന്ദ്രമേനോന്റെ ഉൾപ്പെടെ പേര് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവിടെയൊക്കെ പേര് പറഞ്ഞു പുതിയ SIT രൂപീകരിക്കുന്നു, ഇവർക്കെതിരെ കേസിടുന്നു, FIR-ലേക്ക് വരെ പോകുന്നു. എന്നിട്ട് ഇത് തെളിഞ്ഞു വരുമ്പോൾ ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് പോലീസ് ഈ സ്ത്രീകൾക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് നേരിട്ടും കോടതിക്ക് ഇടപെടാമല്ലോ, കോടതികൾ അല്ല നേരിട്ട് ഇടപെടാമല്ലോ. സത്യം പറഞ്ഞാൽ കോടതികളെ വിമർശിക്കാൻ അല്ല, ഞാൻ അങ്ങോട്ട് യോജിക്കുകയാണ് കേട്ടോ. അല്ല, അഭിഭാഷകനായിട്ട് പറയാം, ഞാൻ നിയമ വിദഗ്ധനല്ല, ഒരു കഴിഞ്ഞ വർഷം തീർന്നേ ഉള്ളൂ, അതിന്റെ ബാലാരിഷ്ടതകളുണ്ട്, അങ്ങനെ അല്ലാണ്ട് അങ്ങ് പറയുന്നതിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ യോജിക്കണമെന്നാണ് ആഗ്രഹം. അതായത് കോടതികൾ ശരിക്കും ഇടപെടേണ്ടതും കോടതികൾ പരാമർശം നടത്തേണ്ടതുമാണ് എന്റെ അഭിപ്രായം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കോടതികൾക്ക് എന്നോട് വിരോധം ഉണ്ടായിരുന്നു. കോടതി അല്ലാതെ വേറെ ആരോട് പറയാനാണ്? വേറെ ആരോട് നമ്മൾ പോയി പറയാനാണ്? ഇപ്പൊ പേര് പറയുന്നതിന് വിരോധമില്ലെങ്കിൽ നമ്മുടെ അരുണിന്റെ കേസ്, നമ്മുടെ റിപ്പോർട്ടിലെ അരുണിന്റെ കേസ്, അരുൺ ആ പെൺകുട്ടിയോട് നേരിട്ട് സംസാരിച്ചു പോലുമില്ല. അരുൺ ഷാബാസിനോട് അടുത്ത ദിവസം ചോദിക്കുകയാണ്, ഡേയ് നീ കണ്ടോ, മോർണിംഗ് ഷോയ്ക്ക് ചോദിക്കും, നീ കണ്ടാ? കാണാതാണ് നല്ലത് കേട്ടാ, അബ്സല്യൂട്ട് തമാശ ഉള്ള സാധനം. പോട്ടെ, അരുണിനെ 1ാം പ്രതിയാക്കി കേസെടുത്തു.